കാരണം ഗസയിലെ കൊലപാതകം കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായി. അപ്പം ഗസയിൽ കൊല്ലപ്പെട്ട 18,000 പലസ്തീൻ കുട്ടികളുടെ പേരുകൾ വായിച്ചുകൊണ്ട് ഒരു പുതിയ സമരമുഖം LDFിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെമ്പാടും തുറന്നു. അങ്ങനെയാണെങ്കിൽ 25,000-ഓളം പലസ്തീനികളെ സുന്നികൾ തന്നെ തന്ന ഒരു സംഭവം ഉണ്ടെന്ന് സാർ നേരത്തെ സൂചിപ്പിച്ചു. അതെന്താണെന്നൊന്നും? അതായത് 25,000 പലസ്തീനികളെ പാകിസ്ഥാൻ ഒരു പാകിസ്ഥാൻ്റെ പട്ടാളം, കൂലിപ്പട്ടാളമാണത് ശരിക്കും. ആ പാകിസ്ഥാൻ പട്ടാളം 25,000 പലസ്തീനികളെ കൊന്നൊരു സംഭവമുണ്ട് ചരിത്രത്തിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർദാനിൽ 1970 ബ്ലാക്ക് സെപ്റ്റംബർ എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. കറുത്ത സെപ്റ്റംബർ 1970. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ജോർദാനിൽ ഈ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, PLO, യാസർ അറഫാത്തിൻ്റെ, അവർ ജോർദാനിൽ കടന്നുകൂടി. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകളാണല്ലോ ജീവിച്ച് പൊക്കോട്ടെ എന്ന് മറ്റേ ഹുസൈൻ രാജാവ്, ജോർദാനിലെ ഹാഷിമൈറ്റ് രാജവംശമാണ് അത്, അദ്ദേഹം വിചാരിച്ചു. പക്ഷെ പിന്നീട് ഇവർ അവിടെ കലാപം നടത്തി ഈ രാജ കുടുംബത്തിനെ തന്നെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനകളിൽ ഏർപ്പെട്ടു പലസ്തീനികൾ. അങ്ങനെയാണ് പാകിസ്ഥാനിൽ നിന്ന് പട്ടാളം വന്നിട്ട് ഈ പലസ്തീനികളെ കൊന്നൊടുക്കുന്നത്. അതായത് സൗദി അറേബ്യക്ക് വേണ്ടിയിട്ടൊക്കെ പാകിസ്ഥാൻ കൂലിപ്പട്ടാളമായിട്ട് നേരത്തെ പലപ്പോഴും നിലകൊണ്ടിട്ടുണ്ടല്ലോ. 1979 ഒരു വിമത സംഘം പിടിച്ചു കഴിഞ്ഞപ്പോൾ അത് മോചിപ്പിക്കാനും പാകിസ്ഥാൻ സേനയുടെ സഹായം അവിടെ വേണ്ടി വരുന്നു, ഫ്രഞ്ച് സേനയുടെ സഹായം ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവരെ ജോർദാൻ രാജാവിനെ സഹായിക്കാനായിട്ട് അവിടെ പോയ ഈ കൂലിപ്പട്ടാളത്തിന് നേതൃത്വം കൊടുത്തത് തന്നെ സിയാവുൾ ഹക്കാണ്. സിയാവുൾ ഹക്ക് പ്രസിഡൻ്റായിരുന്നല്ലോ അവിടെ. അദ്ദേഹത്തിൻ്റെ കമാൻഡിലുള്ള പട്ടാളമാണ് അവിടെ പോയത്. ഇത് 1970 ആദ്യം ഇത് അവിടെ സംഭവങ്ങൾ തുടങ്ങുന്നുണ്ട്. ജോർദാൻ രാജാവ് ഹുസൈൻ അന്ന് ഈ പലസ്തീൻ കലാപത്തിന് ഇറാഖും സിറിയയും പിന്തുണയ്ക്കുന്നുണ്ട്. അതായത് 1970 ആദ്യം തന്നെ കലാപം പലസ്തീൻകാരുടേത് തുടങ്ങുന്നുണ്ട് ജോർദാനിൽ. അപ്പോൾ അതിന് ഇറാഖിൻ്റെയും സിറിയയുടെയും പിന്തുണയുണ്ട്, പൈസയുണ്ട്, ആയുധങ്ങളും ഉണ്ട് ഈ ജോർദാൻ രാജാവിനെ അട്ടിമറിക്കാൻ. അവിടെ PLO വന്നോട്ടെ, ഭരിച്ചോട്ടെ എന്നുള്ള ഒരു ആഗ്രഹം ഇറാഖിനും സിറിയയ്ക്കും ഉണ്ട്. ഈ പലസ്തീൻ കലാപം അടിച്ചമർത്താനാണ് സിയാവുൾ ഹക്കിൻ്റെ നേതൃത്വത്തിൽ ഒരു സേന പാകിസ്ഥാനിൽ നിന്ന് ചെല്ലുന്നത്. ആ പാകിസ്ഥാൻ പട്ടാളം ജോർദാൻ പട്ടാളത്തിനെ പരിശീലിപ്പിക്കുകയും ചെയ്തു. പരിശീലനത്തിന് എന്ന് പറഞ്ഞാണ് ചെല്ലുന്നത്. അപ്പോൾ പിന്നെ ഇത് PLO എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമാനങ്ങൾ റാഞ്ചാൻ തുടങ്ങി ജോർദാൻ്റെ. പിന്നെ വധശ്രമങ്ങൾ ധാരാളം നേതാക്കൾക്കെതിരെയൊക്കെ നടക്കാൻ തുടങ്ങി. തെരുവ് യുദ്ധങ്ങൾ നിരന്തരം നടക്കാൻ തുടങ്ങി. അപ്പോൾ ഈ അമ്മാൻ ശരിക്ക് കലാപത്തിൻ്റെ പിടിയിലായി, ജോർദാൻ്റെ തലസ്ഥാനം. സിയാവുൾ ഹക്കിൻ്റെ ടാങ്കുകൾ, സൈന്യമൊക്കെ ജോർദാൻ തെരുവുകൾ ശുദ്ധീകരിക്കാനും തുടങ്ങി. പലസ്തീനികളെ അടിച്ചമർത്തുകയും ചെയ്തു. 1960കളിൽ പാകിസ്ഥാൻ പട്ടാളം സൗദി അറേബ്യയെ സഹായിക്കുന്നുണ്ട്. അത് യമനിൽ ഈജിപ്തിൻ്റെ യുദ്ധം നടക്കുന്ന സമയത്താണ്. പാകിസ്ഥാൻ്റെ പൈലറ്റ്സ് സൗദി BAC ലൈറ്റ്നിങ് ജെറ്റുകൾ പറപ്പിക്കുന്നതൊക്കെ അന്ന് പാകിസ്ഥാൻ്റെ വ്യോമസേന പൈലറ്റുകളായിരുന്നു ആ യുദ്ധകാലത്ത്. അതായത് ഈജിപ്തിൻ്റെ യുദ്ധം യമനിൽ നടക്കുമ്പോൾ സൗദിയുടെ ജെറ്റുകൾ പറപ്പിക്കുന്നത് പാകിസ്ഥാൻ്റെ പൈലറ്റുകളാണ്. 1969 ഈ അതിർത്തി സ്ഥലം, ഈ റഷ്യയുമായിട്ടുള്ള അതിർത്തി പ്രദേശം, അത് തെക്കൻ യമനുമായിട്ട് റഷ്യയുടെ അതിർത്തിയിൽ ഇങ്ങനെ ചേർന്ന് പോകുന്നു എന്നുള്ള പ്രശ്നം ഉണ്ടായിട്ടാണ് ഈ യമനിൽ ഈ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ ആ യമനിൽ പ്രശ്നങ്ങൾ പുറപ്പെടുമ്പോൾ ഈജിപ്തുമായിട്ട് ചേർന്ന് ആണ് ആ യുദ്ധം നടക്കുന്നത്.
1979 കേസ് നമ്മൾ പറഞ്ഞതാണ്. ഈ 1991 ഗൾഫ് യുദ്ധത്തിലും പാകിസ്ഥാൻ്റെ ഒരു ഡിവിഷൻ പങ്കെടുക്കുന്നുണ്ട്. 1980 പാക് വ്യോമസേനയുടെ ഒരു ഓഫീസർ സിംബാബ്വേയുടെ വ്യോമസേന മേധാവിയാവുകയും ചെയ്തിട്ടുണ്ട് സിംബാബ്വേയിൽ. ഈ ബ്ലാക്ക് സെപ്റ്റംബർ കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ, പാകിസ്ഥാൻ ഈ പലസ്തീൻകാരെ കൊന്ന കാര്യം അത് കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. ഇതിന് അറബി ഭാഷയിൽ ഐഫുൾ അൽ അസ്വാദ് എന്നാണ് പറയുന്നത്, ബ്ലാക്ക് സെപ്റ്റംബറിന്. ഇത് ജോർദാൻ ആഭ്യന്തര യുദ്ധം ആണ് സംഭവിച്ചത്. അതായത് ഹുസൈൻ രാജാവും പലസ്തീൻ ലിബറേഷൻ വിമോചന സേനയും തമ്മിലാണ് തർക്കം. യാസർ അറഫാത്താണ് നയിക്കുന്നത്. സെപ്റ്റംബർ 16 മുതൽ 27 വരെ ആയിരുന്നു ഈ പ്രധാനപ്പെട്ട ഭാഗം ഈ കലാപത്തിൻ്റെ. പിന്നെ 1971 ജൂലൈ 17 വരെ ചെറിയ ചെറിയ കലാപങ്ങൾ നീണ്ടു നിൽക്കുകയും ചെയ്തു. അപ്പോൾ 1970 സെപ്റ്റംബർ 16 മുതൽ 1971 ജൂലൈ 11 വരെ ഈ ഹുസൈൻ രാജാവിനെ അട്ടിമറിക്കാനുള്ള പലസ്തീൻ കലാപം ജോർദാനിൽ നടക്കുന്നുണ്ട്. 1967 6 ദിവസത്തെ യുദ്ധം നടക്കുന്നുണ്ട്. ഇസ്രയേലും ഈ പലസ്തീനും ഒക്കെ അറബ് രാജ്യങ്ങളൊക്കെ ആയിട്ട് 6 days വാർ. അത് കഴിഞ്ഞ് പലസ്തീൻ ഫിദായിനുകൾ, പലസ്തീൻ ഗറിലകൾ, അവർ ജോർദാനിലേക്ക് പോയി. ആ 6 days 6 ദിവസത്തെ യുദ്ധത്തിന് ശേഷം പലസ്തീൻ്റെ ഫിദായിനുകൾ, ഗറിലകൾ ജോർദാനിലേക്ക് പോയി. ഇസ്രയേലിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ജോർദാൻ താവളമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പലസ്തീനിൽ നിന്ന് ചെയ്യുന്നതിനേക്കാൾ സൗകര്യം ജോർദാനിലാണ് എന്ന് കണ്ടിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ടല്ലോ, പലസ്തീനികൾ പലായനം ചെയ്യാനായിട്ട് അമേരിക്ക പറഞ്ഞു, ഇസ്രയേൽ പറഞ്ഞു. ഇവർക്ക് അറബ് രാജ്യങ്ങൾ എന്തുകൊണ്ട് അഭയം കൊടുക്കുന്നില്ല എന്നൊരു ചോദ്യമില്ലേ? അതിൻ്റെ ഉത്തരമാണ്, അന്ന് ജോർദാൻ അഭയം കൊടുത്തു. ഇവർ ജോർദാൻ ഭരണകൂടത്തിനെ തന്നെ അട്ടിമറിക്കാൻ നോക്കി, അതുകൊണ്ടാണ്. അപ്പോൾ ഇസ്രയേലിനെതിരെ ജോർദാനിൽ നിന്ന് പയറ്റാൻ ജോർദാനിലേക്ക് പോയി. അവർ അതിർത്തി ഗ്രാമമായ കരാമയിൽ തമ്പടിച്ചു. ജോർദാനിൽ PLOയുടെ അകത്തെ ഇടതുപക്ഷം ആണ് ഹുസൈനെ അട്ടിമറിക്കാനായിട്ട് ഈ കലാപം നടത്തിയത്. 1970 ജൂണിൽ കലാപം തുടങ്ങി. സെപ്റ്റംബർ 6-ാം തീയതി ന്യൂയോർക്കിലേക്കുള്ള 4 വിമാനങ്ങൾ, ലണ്ടനിലേക്കുള്ള 1 വിമാനം, ഇത് പലസ്തീൻ ഗർലകൾ റാഞ്ചി. അങ്ങനെ 5 വിമാനങ്ങൾ റാഞ്ചി ഒരേ ദിവസം, ജോർദാൻ്റെ വിമാനങ്ങൾ. 3 വിമാനങ്ങൾ ഡോസൺസ് എയർഫീൽഡിൽ കൊണ്ടിറക്കി. ജോർദാനിലെ സർക്കയ്ക്കടുത്താണ് ഡോസൺസ് എയർഫീൽഡ്. അവിടെ കൊണ്ടുപോയി 3 ഇറക്കി. എന്നിട്ട് ഈ വിദേശ രാജ്യ പ്രതിനിധികളുടെ മുമ്പിൽ വെച്ചിട്ട് ഈ വിമാനങ്ങൾ ബോംബ് വെച്ച് തകർത്ത് കളഞ്ഞു. വലിയ ലോകത്തിന് നടുക്കിയ സംഭവമായിരുന്നു അത്. ജോർദാൻ്റെ 3 വിമാനം വിദേശ പ്രതിനിധികളുടെയൊക്കെ മുമ്പിൽ വെച്ച് ബോംബ് വെച്ച് തകർത്തു. എന്നിട്ട് ഈ യാത്രക്കാരെ മുഴുവൻ ബന്ദികളാക്കി. അപ്പോൾ അതുവരെ ഹുസൈൻ നമ്മുടെ പോലെ ഒരു സുന്നികളാണല്ലോ, എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇതും കൂടി നടന്നു കഴിഞ്ഞപ്പോൾ ജോർദാൻ്റെ പട്ടാളം ഇറങ്ങി. പക്ഷെ ജോർദാൻ്റെ പട്ടാളം എന്ന് പറയുന്നത് ശേഷിയുള്ളതല്ല, ആണ് പാകിസ്ഥാൻ്റെ പട്ടാളം വരുന്നത്. 1970 സെപ്റ്റംബർ 17 PLO ഗർലകൾ തമ്പടിച്ചിരിക്കുന്ന ഗ്രാമങ്ങൾ മുഴുവൻ വളഞ്ഞു. ഈ പട്ടാളം, പാക് പട്ടാളവും ജോർദാൻ പട്ടാളവും കൂടി 10,000 സിറിയൻ ഭടന്മാർ PLOയുടെ മുദ്രയോടുകൂടി ഇറങ്ങി. എന്ന് പറഞ്ഞാൽ സിറിയയിൽ നിന്ന് 10,000 പേര് പലസ്തീന് വേണ്ടി പോരാടാനായിട്ട് ഇറങ്ങി. ചിലപ്പോൾ ഇറാഖിൻ്റെ ഭടന്മാരും കാണും. അങ്ങനെ അവർ ഇർബിത്തിൽ വന്ന് കേന്ദ്രീകരിച്ചു. 22-ാം തീയതി അവർ പിൻവാങ്ങി. 1971 ജനുവരിയിൽ 2,000 പേര് കീഴടങ്ങി, പലസ്തീൻ ഗർലകൾ. ജൂലൈ 23 അജ്ലുനിൽ ഇത് അവസാനിച്ചു. ഫിദായിനുകൾ സിറിയ വഴി
ലെബനനിലേക്ക് രക്ഷപ്പെട്ടു. ജോർദാനിൽ നിന്ന് സിറിയ വഴി ലെബനനിലേക്ക് ഫിദായിനുകൾ രക്ഷപ്പെട്ടു. അവരാണ് പിന്നെ ലെബനനിൽ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കി ലെബനനിൽ കുട്ടിച്ചോറാക്കിയത്. ഈ കലാപത്തിൻ്റെ ഇടയ്ക്ക് ഇത് അടിച്ചമർത്തിയല്ലോ. ആ അടിച്ചമർത്തുമ്പോൾ 25,000 പലസ്തീനികളെ കൊന്നൊടുക്കുന്നത് പാകിസ്ഥാൻ സേനയാണ്. ഇതാണ് ചരിത്രം. അപ്പോൾ ഈ പലസ്തീനികൾ 25,000 പലസ്തീനികളെ പാകിസ്ഥാൻ കൊന്നൊടുക്കുന്നു. ഇതിലൊന്നും ആരും കരഞ്ഞിട്ടില്ല. എന്നിട്ടാണ് 18,000 ഈ പലസ്തീൻ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ വാവിട്ട് കരയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ 25,000 പേരെ പാകിസ്ഥാനികൾ കൊന്നു എന്ന് പറയുന്ന ഒരു വലിയ സംഭവമല്ലേ. അതിനെ ഇന്നത്തെ തലമുറ അറിയാതിരിക്കാനുള്ള മറച്ചുവെപ്പെല്ലാം നടത്തിയിട്ട് പുതിയ കാലഘട്ടത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇടതുപക്ഷം രംഗത്തിറങ്ങുന്നു. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണ് സംഭവം. എന്നിട്ട് ഇന്തിഫദ എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാഗസിന് പേരിടുക, പലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞിട്ട് പലസ്തീൻ സ്ഥാനപതിയൊക്കെ കൊണ്ടുവന്ന് ഈ ബഹളമൊക്കെ നടത്തുക. കാരണം ഇവിടെ ജൂതന്മാരില്ല കേരളത്തിൽ. ജൂതന്മാരില്ലാത്തത് കൊണ്ട് അവർ വോട്ട് ബാങ്ക് അല്ല. പക്ഷേ ജൂതന്മാർ ഇന്ത്യയെ പല ഘട്ടത്തിലും പലതരത്തിലും സഹായിച്ചിട്ടുണ്ട്. നമുക്കിവിടെ നയതന്ത്ര കാര്യാലയം ഇസ്രയേലിൻ്റെ ഇല്ലാഞ്ഞിട്ട് പോലും സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓർക്കാതെയാണ് ഇത് അതുകൊണ്ട് നമ്മൾ ഈ ചരിത്രം പറയണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പലസ്തീൻ 25,000 പലസ്തീനികളെ പാകിസ്ഥാൻ തന്നെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അന്നെന്തുകൊണ്ട് നിങ്ങൾക്ക് അറിഞ്ഞില്ല? അപ്പോൾ ഇവിടെ ഇപ്പോൾ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് 2 വരാൻ പോകുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ മുസ്ലിം വോട്ടുകളുടെ ഒരു ലക്ഷ്യമിട്ടിട്ട് LDF നടത്തിയ മുന്നേറ്റം എല്ലാം പരാജയപ്പെട്ടു. അപ്പോൾ ഹിന്ദു വോട്ടുകളെ കൂടെ കൂട്ടാനായിട്ട് അയ്യപ്പ സംഗമം നടത്തി. ഒപ്പം തന്നെ നഷ്ടപ്പെട്ടു പോയ ആ മുസ്ലിം വോട്ടുകളെ സമാഹരിക്കാൻ പറ്റുമെന്ന് അവർ ശ്രമിക്കുന്നു. വിജയിക്കുമോ അത്? ഇല്ല. കാരണം അയ്യപ്പൻ ഉടനെ തിരിച്ചു കൊടുത്തല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രൂപത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അയ്യപ്പനോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് പല അവതാരങ്ങളും വരും. അവതാരങ്ങൾക്കൊന്നും ഇനി ഇല്ലേ, ആദ്യം മുഖ്യമന്ത്രി ആകുമ്പോൾ പറഞ്ഞില്ലേ പല അവതാരങ്ങൾ. അതെ, ഞാൻ തന്നെ അവതാരങ്ങളെയൊക്കെ ഇറക്കിക്കോളാം എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ വരുന്നത്. അയാൾ തിരുവനന്തപുരംകാരനാണ് അല്ലേ. അതെ. ഋതുമതികളായ സ്ത്രീകളുള്ള വീടുകളിൽ പോലും കൊണ്ടുപോയി ഇതൊക്കെ പൂജിച്ചിട്ടുണ്ട്. ശബരിമലയിലെ ഒരു സംഗതിയും അങ്ങനെ വീടുകളിൽ കൊണ്ടുപോയി പൂജിക്കാൻ പാടുള്ളതല്ലോ. നൈഷ്ഠിക ബ്രഹ്മചാരിയല്ലേ അയ്യപ്പൻ. എല്ലാ തരം സംഗതികളും ആചാരങ്ങളും തെറ്റിച്ചിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പോറ്റി അവസാനം പിടിയിലാവുന്ന ഒരു ഘട്ടം വരുന്നത്. പക്ഷേ എൻ്റെ ഒരു സംശയം, പാർട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചിലപ്പോൾ സംരക്ഷിച്ച് നിർത്തും എന്നുള്ളതാണ്. പക്ഷേ ഈ മുസ്ലിം പ്രീണനം അതിനെപ്പറ്റി മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ബാക്കിയുള്ളവരുണ്ടല്ലോ, അവരത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പഴയ കഥകൾ, സംഭവങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.